Okay. Hi students. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ പേഴ്സ് ഓഫ് ഇക്വേഷൻ ആണ്. അപ്പം അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. 2 ക്ലാസ് കഴിഞ്ഞായിരുന്നു. അപ്പം അതിൽ ഒരു ലാസ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന മോഡലിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്കുണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. 1-2 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ 2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് അടുത്ത ഒരു പോർഷനിലോട്ട് പോകാം. ഓക്കെ. അപ്പോൾ ഇതുവരെയുള്ള ചെയ്തതെല്ലാം ചെയ്ത് നോക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. 4 years ago, Rahim's age was 3 times Ramu's age. After 2 years, it would be just be double. What are their ages now? അപ്പോൾ എന്താണ് 4 years ago 4 വർഷങ്ങൾക്ക് മുമ്പ് റഹീംസ് ഏജ് വാസ് 3 times രാമൂസ് ഏജ്. അപ്പം 2 പേരുണ്ട്. അപ്പം 2 പേരുടെ ഏജുകൾ എക്സ് എന്നും വൈ എന്നും എടുക്കുക. അപ്പം റഹീമിൻ്റെ ഏജ് നമുക്ക് എക്സ് എന്ന് എടുക്കാം. റഹീമിൻ്റെ ഏജ് എക്സ്, രാമുവിൻ്റെ ഏജ് വൈ. ഓക്കെ, അവരുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് ഏജസ് ആണ് എക്സും വൈയും. ഇനി അടുത്ത എന്താണ് പറഞ്ഞേക്കുന്നത്? 4 years ago 4 വർഷങ്ങൾക്ക് മുമ്പ് റഹീമിൻ്റെ ഏജ് 3 times ഓഫ് രാമൂസ് ഏജ്. അപ്പോൾ റഹീമിൻ്റെ ഏജ് എന്ന് പറയുന്നത് 4 വർഷങ്ങൾക്ക് മുമ്പ് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ വയസ്സിനേക്കാൾ 4 കുറവായിരിക്കത്തില്ലേ? അപ്പം എക്സ് മൈനസ് 4 ഈസിക്കൽ ടു എന്തായിരിക്കും? ഈ വൈയുടെ, അതായത് അന്നത്തെ അയാളുടെ വയസ്സെന്ന് പറയുന്നത് വൈ മൈനസ് 4 ആണ്. അതിൻ്റെ എത്ര ടൈംസാണ്? 3 times. അപ്പോൾ 3 into വൈ മൈനസ് 4. അപ്പോൾ എക്സ് മൈനസ് 4 ഈസിക്കൽ ടു 3 into വൈ മൈനസ് 4. അപ്പോൾ ഇതിനെ വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു ഇക്വേഷനും കിട്ടും. അപ്പോൾ ഇങ്ങനെ വരും. എക്സ് മൈനസ് 4 ഈസിക്കൽ ടു 3y മൈനസ് 12. എക്സിനെയും വൈയും ഒരു സൈഡിലോട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ് മൈനസ് 3y ഈസിക്കൽ ടു, അവിടെ മൈനസ് 12 ഉണ്ട്, ഇവിടുത്തെ മൈനസ് 4 അപ്പുറത്ത് പോകുമ്പം +4 ആവും. അപ്പം എക്സ് മൈനസ് 3y ഈസിക്കൽ ടു എത്ര? -8 എന്ന് വരും. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ. ഇനി അതുപോലെ ആഫ്റ്റർ 2 years ജസ്റ്റ് ഇറ്റ് വുഡ് ബി ജസ്റ്റ് ഡബിൾ. 2 വർഷം കഴിയുമ്പോൾ ഇത് ഇതിൻ്റെ ഇരട്ടിയാവും. അതായത് 2 വർഷം കഴിയുമ്പോൾ അതായത് എക്സ് എന്നുള്ള, അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ എക്സ് പ്ലസ് 2 ആവത്തില്ലേ? ഓക്കെ. അപ്പം എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് ഇതിൻ്റെ ഇരട്ടിയാവും. ഏതിൻ്റെ? വൈ പ്ലസ് 2ൻ്റെ ഇരട്ടിയാവും. അതായത് റഹീമിൻ്റെ ഏജ് രാമുവിൻ്റെ ഏജിൻ്റെ ഇരട്ടിയാവും 2 വർഷം കഴിയുമ്പോഴത്തേക്കും. ഇതിനെയും ഇതുപോലെ വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഇക്വേഷൻ കിട്ടും. അപ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് 2 ഈസിക്കൽ ടു 2y പ്ലസ് 4 എന്ന് വരും. ഓക്കെ. അപ്പോൾ എന്ത് വരും? എക്സ്, അതുപോലെ ഈ എക്സിനെയും വൈയുടെയും ഒരു സൈഡിൽ കൊണ്ടുവരിക. എക്സ് മൈനസ് 2y ഈസിക്കൽ ടു 4 ഉണ്ട്, +2 അപ്പുറത്ത് പോകുമ്പോൾ -2. അപ്പം എന്ത് വരും? എക്സ് മൈനസ് 2y ഈസിക്കൽ ടു 2 എന്ന് കിട്ടും. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഈ 2 ഇക്വേഷനോടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സും വൈയും കിട്ടും. അപ്പോൾ 2 ഇക്വേഷനോടെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ കുറയ്ക്കുക. അപ്പം എന്ത് വരും? എക്സ് മൈനസ് 3y ഈസിക്കൽ ടു -8. അടുത്തത് എക്സ് മൈനസ് 2y ഈസിക്കൽ ടു 2. അപ്പോൾ കുറച്ചാൽ മതി. എക്സിൽ നിന്ന് എക്സ് കുറയ്ക്കുമ്പോൾ ക്യാൻസലായി പോവും, 0 ആയി പോവും. -3y മൈനസ് -2y എന്ന് വരും. അത് വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കുക. -3y മൈനസ് -2y. അപ്പോൾ ഈ മൈനസും മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആവും. -3y പ്ലസ് 2y എന്നാണ്. അപ്പോൾ എന്ത് വരും? -y. ഓക്കെ ആണോ? -y ഈസിക്കൽ ടു അടുത്ത എന്താണ്? -8 മൈനസ് 2. -8 -2 എന്ന് പറയുമ്പോൾ -10. രണ്ടിടത്ത് മൈനസ് ഉള്ളത് കൊണ്ട് y ഈസിക്കൽ ടു 10 എന്ന് വരും. ഓക്കെ. എക്സിൻ്റെ വില, വൈയുടെ വില 10 എന്ന് കിട്ടി. ഇനി വൈയുടെ വില കിട്ടിക്കഴിഞ്ഞാൽ എക്സിൻ്റെ വില കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ അതുകൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യത്തെ ഇക്വേഷനിൽ കൊടുത്താൽ എക്സ് മൈനസ് 3y 3 into y 10 ഈസിക്കൽ ടു -8. ഓക്കെ. അതായത് എക്സ് മൈനസ് 30 ഈസിക്കൽ ടു -8. ദെയർഫോർ എക്സ് ഈസിക്കൽ ടു -8 പ്ലസ് 30. അപ്പം എന്ത് വരും? -8 പ്ലസ് 30 എന്ന് പറയുമ്പോൾ 22. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 22 എന്നും കിട്ടി, വൈ എന്ന് പറയുന്നത് 30 എന്നും കിട്ടി. അപ്പോൾ അവസാനം എടുത്ത് എഴുതുക. എക്സ് എടുത്ത് ആരുടെ ഏജ് ആയിരുന്നു? എക്സ് എന്ന് പറയുന്നത് റഹീമിൻ്റെ ഏജ്. റഹീംസ് ഏജ് ഈസിക്കൽ ടു 22. അതുപോലെ രാമുവിൻ്റെ ഏജ് ഈസിക്കൽ ടു വൈ 10. ഓക്കെ. ഇതാണ് ആ ക്വസ്റ്റ്യൻ. മാറ്റാം.
അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. If the length of a rectangle is increased by 5 meters and breadth decreased by 3 meters, then area would decrease by 5 square meter. If the length increased by 3 meter and breadth increased by 2 meter, then area would increase by 50 square meter. What are the length and breadth? Okay, അതായത് ലെങ്തും ബ്രെഡ്ത്തും നമുക്ക് ലെങ്ത് ഈസ് ഈക്വൽ ടു എക്സ്, ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു വൈ. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്തായിരിക്കും? ഏരിയ ഈസ് ഈക്വൽ ടു എക്സ് വൈ ആയിരിക്കൂല്ലേ? ഓക്കെ ആണോ? അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു എന്ത് വരും? എക്സ് വൈ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സിറ്റുവേഷൻ എന്താണ്? ഇഫ് ലെങ്ത് ഓഫ് ദി റെക്ടാങ്കിൾ ഈസ് ഇൻക്രീസ്ഡ് ബൈ 5, ലെങ്ത് 5 ഇൻക്രീസ് ചെയ്തു, എക്സ് പ്ലസ് 5. ബ്രെഡ്ത്ത് എത്ര ചെയ്തു? എന്ത് ചെയ്തു? ബ്രെഡ്ത്ത് ഡിക്രീസ്ഡ് ബൈ 3, അതായത് y മൈനസ് 3. അപ്പോൾ അതിൻ്റെ ഏരിയ എന്ത് സംഭവിച്ചു? ഏരിയ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ഗുണിക്കുന്നതാണല്ലോ. എക്സ് പ്ലസ് 5 ഇൻറ്റു y മൈനസ് 3 ഈസിക്കൽ ടു എന്ത് വരും? ഈസിക്കൽ ടു ഏരിയ എന്ത് സംഭവിച്ചു? ഏരിയ വുഡ് ഡിക്രീസ് ബൈ 5, അതായത് എക്സ് വൈ മൈനസ് 5. ഓക്കെ, മനസ്സിലായ? ലെങ്ത് 5 കൂട്ടി, ബ്രെഡ്ത്ത് 3 കുറച്ചു, അപ്പോൾ ഏരിയ 5 കുറഞ്ഞു. ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ്, അത് നമ്മൾ ഇക്വേഷനായിട്ട് എഴുതി. ഇനി ഇതിനെ വൃത്തിയാക്കി നമ്മുടെ ഇക്വേഷൻ ആക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ അറിയാമല്ലോ. എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ. ഓക്കെ, എക്സ് ഇൻറ്റു മൈനസ് 3 മൈനസ് 3x, 5 ഇൻറ്റു വൈ പ്ലസ് 5y, 5 ഇൻറ്റു മൈനസ് 3 മൈനസ് 15 ഇസ് ഈക്വൽ ടു എക്സ് വൈ മൈനസ് 5. ഓക്കെ ആണോ? ഇപ്പുറത്ത് ഒരു എക്സ് വൈ ഉണ്ട്, അപ്പുറത്ത് ഒരു എക്സ് വൈ ഉണ്ട്. അപ്പോൾ അത് രണ്ടും എന്ത് ചെയ്യും? വെട്ടിപ്പോവും. എക്സ് വൈയും വെട്ടിപ്പോവും. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇനി ബാക്കി ആരാള? മൈനസ് 3x പ്ലസ് 5y ഈസ് ഈക്വൽ ടു ഈ മൈനസ് 15 കൂടെ അപ്പുറത്ത് കൊണ്ടുപോവാം. മൈനസ് 5 അവിടെ ഉണ്ട്, പ്ലസ് 15. ഓക്കെ, അപ്പം എന്ത് വരും? മൈനസ് 3x പ്ലസ് 5y ഈസ് ഈക്വൽ ടു 10. ഓക്കെ, അത് ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് എടുക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ പറഞ്ഞേക്കുന്നത് ലെങ്ത് ഈസ് ഇൻക്രീസ്ഡ് ബൈ 3 meter ആൻഡ് ബ്രെഡ്ത്ത് ഇൻക്രീസ്ഡ് ബൈ 2. ലെങ്തും ബ്രെഡ്ത്തും കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ലെങ്ത് എത്ര കൂടി? ലെങ്ത് എക്സ് പ്ലസ് 3 ആയി. ബ്രെഡ്ത്ത് എത്ര കൂടി? ബ്രെഡ്ത്ത് ഇൻക്രീസ്ഡ് ബൈ 2 meter. അപ്പോൾ ഏരിയ വുഡ് ഇൻക്രീസ്ഡ് ബൈ 50 square meter. ഏരിയ 50 square meter കൂടി. അപ്പം ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ് വൈ ആയിരുന്നല്ലോ, എക്സ് വൈ പ്ലസ് 50. ഓക്കെ, ഇനി ഇതിനെ വൃത്തിയാക്കി എടുക്കുക. അടുത്ത ഇക്വേഷൻ വരും. അപ്പം നേരത്തെ പോലെ ക്രോസ് മൾട്ടിപ്ലൈ എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ, 2 ഇൻറ്റു എക്സ് 2x, 3 ഇൻറ്റു വൈ 3y, 3 ഇൻറ്റു 2 6 ഈസ് ഈക്വൽ ടു എക്സ് വൈ പ്ലസ് 50. നേരത്തെ പോലെ എന്ത് ചെയ്യുക? എക്സ് വൈയും വെട്ടിക്കളയുക. ഓക്കെ, അപ്പം 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 6 അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 50 മൈനസ് 6. അപ്പം 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 50 മൈനസ് 6 എന്ന് പറയുമ്പോൾ 44. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ഇത് മൈനസ് 3x പ്ലസ് 5y ഈസ് ഈക്വൽ ടു 10. രണ്ടാമത്തെ ഇക്വേഷൻ 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 44. അപ്പോൾ ഇതിനെ രണ്ടിനെയും നമ്മൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യണമെങ്കിൽ രണ്ടും ഈക്വൽ ആയിട്ടൊന്നുമില്ലല്ലോ. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാം? എക്സിൻ്റെ ടൈമിനെ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ ഇക്വേഷനെ എത്ര കൊണ്ട് ഗുണിക്കാം? 2 കൊണ്ട് ഗുണിക്കാം. കഴിഞ്ഞ ആഴ്ച പഠിച്ചാണ്. ഇവിടുത്തെ എക്സിൻ്റെ കൊണ്ട് ഒന്നാമത്തെ ഇക്വേഷൻ ഗുണിക്കുക, അവിടുത്തെ വൈ കൊണ്ട് അവിടുത്തെ എക്സിൻ്റെ സംഭവം കൊണ്ട് രണ്ടാമത്തേനെ ഗുണിക്കുക. ഓക്കെ, അപ്പം ഒന്നാമത്തെ ഇക്വേഷൻ എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ട? 2 കൊണ്ട്. അപ്പം ഇക്വേഷൻ നമ്പർ 1 ഇൻറ്റു 2. 1നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴത്തേക്ക് എന്ത് വരും? 2 കൊണ്ട് എല്ലാത്തിനെയും ഗുണിക്കാം. മൈനസ് 6x പ്ലസ് 5 ഇൻറ്റു 2 10y ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 2 20. ഓക്കെ, അടുത്ത എന്ത് ചെയ്യും? രണ്ടാമത്തെ ഇക്വേഷൻ എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? രണ്ടാമത്തെ ഇക്വേഷൻ എക്സിൻ്റെ അപ്പുറത്ത് ഇറങ്ങുന്ന ആരാ? 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 6x പ്ലസ് 9y ഈസ് ഈക്വൽ ടു
3 ഇൻറ്റു 3 കൊണ്ട് എത്ര 44 ഗുണിക്കുക 44 ഇൻറ്റു 3 എത്ര വരും 4 3 12 132 132 ഓക്കെ ആണല്ലോ. ഇനി എന്ത് ചെയ്യും ഈ രണ്ട് ഇക്വേഷനൂടെ ആഡ് ചെയ്യുക. ഈ രണ്ട് ഇക്വേഷനൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് -6x + 6x ക്യാൻസൽ ആയി പോവും. 10y + 9y 19y ആവും. എന്ത് വരും ഇവിടെ 152 എന്ന് വരും. ഓക്കെ 152. ഓക്കെ അപ്പം y കണ്ടുപിടിക്കാനായിട്ട് y = 152/19 152/19 എന്ന് കിട്ടും. അപ്പോൾ എന്ത് വരും 152/19 എന്ന് പറയുമ്പോഴത്തേക്ക് 8 വരും. 19 × 8 അല്ലേ 19 × 8 9 72 7 തന 152 = 8 y = 8 എന്ന് വരും. ഓക്കെ ആണല്ലോ. y = 8 കിട്ടി കഴിഞ്ഞാൽ ഇനി അടുത്ത എന്ത് ചെയ്യും ആ ഇക്വേഷൻ കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കുക. ആ വൈയുടെ വില കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കുക. ഏതിൽ കൊടുക്കാം നമുക്ക് ഇതിൽ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം 2x + 3y അല്ലേ 3 × 8 = 44. അപ്പം 2x + 3 × 8 എന്ന് പറയുമ്പോൾ 24 = 44. Therefore 2x = 44 - 24 2x = 20. x = 20/2 = 10. ഓക്കെ ആണോ. അപ്പോൾ വൈയുടെ വില എത്ര കിട്ടി 8 കിട്ടി. എക്സിൻ്റെ വില എത്ര കിട്ടി 10 കിട്ടി. ഓക്കെ അപ്പം അതാണ് ലെങ്ത് എന്ന് പറയുന്നത് 10ഉം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 8ഉം. ഓക്കെ ആണല്ലോ. ഓക്കെ ഓക്കെ അടുത്ത ഒരു മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് അറിയാം. ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി അതുപോലെ പ്രോഡക്റ്റ് വരുമ്പോൾ അതായത് എക്സ് ഇൻറ്റു വൈ ഈസിക്കൽ ടു എത്രയും തന്ന് ഇപ്പോൾ എക്സ് പ്ലസ് വൈയും തരും എക്സ് വൈയും തരും എക്സ് പ്ലസ് വൈയും ഓക്കെ എക്സ് വൈയും ഇങ്ങനെ എക്സ് വൈ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുമെന്ന് നോക്കാം. അതിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് നോക്കാം. ഓക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള രണ്ടും സംഭവങ്ങൾ തന്നെ നമുക്കറിയാം. എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ അടുത്ത് എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ എന്താണ് എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ ആണല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ കുറയ്ക്കുന്നു. ഈ രണ്ട് ഇക്വേഷനൂടെ കുറയ്ക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ ഈസിക്കൽ ടു ഓക്കെ എന്ത് ചെയ്യും ഇത് രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്തായിപ്പോവും 0 ആയിപ്പോവും. മനസ്സിലായോ. എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈസിക്കൽ ടു 0. 2xy മൈനസ് 2xy ഈസിക്കൽ അവിടെ എന്ത് വരും 4xy ഓക്കെ 4xy എന്ന് കിട്ടും. ഇനി അടുത്ത് എന്താ വൈ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്തായിപ്പോവും 0 ആയിപ്പോവും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കാണാൻ പഠിച്ചു വെച്ചേക്കുക. എന്താണ് എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ ഈസിക്കൽ ടു എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ മൈനസ് എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ ഈസിക്കൽ ടു 4xy. ഈ ഒരു റിലേഷൻ കാണാൻ പഠിച്ചു വയ്ക്കുക. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ വേണമെന്ന് വെച്ചോ. എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ വേണമെങ്കിൽ ഈ ഇതിനെ അപ്പുറം കൊണ്ടുപോയാൽ പോരെ. അപ്പോൾ എന്ത് വരും എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ പ്ലസ് 4xy. ഓക്കെ എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ ഈസിക്കൽ ടു എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ പ്ലസ് 4xy. അതുപോലെ എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ ആണെങ്കിലോ ഈസിക്കൽ ടു എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ
എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ മൈനസ് 4xy. ഈ രണ്ട് ഇക്വേഷനായിട്ട് നിങ്ങൾ ഒന്ന് വൃത്തിയായിട്ട് കാണാൻ പഠിച്ചു വെച്ചോണം, അറിഞ്ഞിരിക്കുക. എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ ആണെങ്കിൽ, അതായത് എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ തമ്മിലുള്ള റിലേഷൻ ഇതാണ്. എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ പ്ലസ് 4xy. ഇങ്ങനെ ഓർത്താൽ മതി. ഇവിടെ മൈനസ് ആണെങ്കിൽ പ്ലസ് 4xy, ഇവിടെ പ്ലസ് ആണെങ്കിൽ അവിടെ മൈനസ്. ഓക്കെ, എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ വരുമ്പോൾ പ്ലസ് 4xy, പ്ലസ് വരുമ്പോൾ മൈനസ്. ഓക്കെ, ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാമല്ലോ. ഓക്കെ ആണോ? ഓക്കെ, ഇതൊന്ന് എഴുതി വെക്കുക. ഇനി നമുക്ക് അതിൻ്റെ രണ്ടൊന്ന് പ്രോബ്ലം ചെയ്യാം. A 10-meter long rope is to be cut into 2 pieces and a square is to be made using it. The difference in areas enclosed must be 1.25 square meters. How should it cut? അതായത് ഒരു 10 മീറ്റർ ലോങ് ഉള്ള ഒരു റോപ്പ്, അതിനെ കട്ട് ചെയ്തു 2 പീസസ് ആക്കി. അപ്പോൾ മൊത്തത്തിൽ 10 മീറ്റർ ആണ് ഇതിൻ്റെ മൊത്തം. അപ്പോൾ ഇതിനെ 2 പീസാക്കി. അപ്പം ഒരെണ്ണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതിൻ്റെ ഒരു ടോട്ടൽ 2 പീസാക്കി. ഇതിൻ്റെ അകത്ത് ഒരു പീസ് എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു സ്ക്വയർ ഉണ്ടാക്കി, മറ്റേ പീസ് എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു സ്ക്വയർ ഉണ്ടാക്കി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിരിക്കും. ഓക്കെ, അപ്പം ഇതിൻ്റെ സൈഡ് വേണമെങ്കിൽ നമുക്ക് എന്തെന്ന് എടുക്കാം? എക്സ് എന്ന് എടുക്കാം. ഇതിൻ്റെ സൈഡ് എന്തോന്ന് എടുക്കാം? വൈ എന്ന് കൊടുക്കാം. ഓക്കെ, 2 പീസുകൾ ഉണ്ടാക്കിയിരുന്നു. അപ്പം 2 പീസുകൾ വെച്ചിട്ട് ആ 2 പീസിൻ്റെ ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. ഓക്കെ, അപ്പം ഇത് വെച്ചുണ്ടാക്കിയ ഈ സൈഡിൻ്റെത് എക്സ് എടുക്കുക, മറ്റതിന് വൈ എന്ന് എടുക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യും? ഇതിൻ്റെ ഏരിയാസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 and 1/4 ആണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് മനസ്സിലാകുന്നത് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയായിരിക്കും? ഇവിടെ ഒരു സൈഡാണ് നമ്മൾ എക്സ് എന്ന് എടുത്തത്. അപ്പോൾ ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് 4x എന്ന് വരും. എന്ത് വരും? ഇവിടെ 4x എന്ന് വരും. ഓക്കെ ആണോ? ഇവിടെ 4x, ഇവിടെ ആണെങ്കിലോ 4y. അപ്പം ഇത് 4y. ഓക്കെ, ഈ ഒരു പീസ് കൊണ്ടുണ്ടാക്കിയ സാധനമാണ് ഇത്, ഈ ഒരു പീസ് കൊണ്ടുണ്ടാക്കിയ സാധനമാണ് ഇത്. അപ്പം ഇതിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 4x, ഇവിടുത്തെ ടോട്ടൽ 4y. ഈ 4xും 4yയും കൂടെ ചേർന്നാൽ എത്ര വരും? 4x + 4y = എത്ര? 10 ആണ്. ഒന്നാമത്തെ ഇക്വേഷൻ ആയില്ലേ? ഓക്കെ ആണ്. ഇനി നമുക്കൊരു ത്രൂ ഔട്ട് ഒരു 4 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എക്സ് + വൈ = 10നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 2.5 അല്ലെങ്കിൽ 2.5. എത്ര കിട്ടും? 2.5, 2.5. ഓക്കെ, ഇപ്പോൾ 2.5 അതങ്ങനെ നിൽക്കട്ടെ, കാരണം ഫ്രാക്ഷനായിട്ട് തന്നെ നമുക്ക് മറ്റേതിലും ഫ്രാക്ഷനുണ്ട്. ഓക്കെ, ഇത് ഒന്നാമത്തെ ഇക്വേഷനായിട്ട് എടുക്കുക. ഒന്നാമത്തെ ഇക്വേഷൻ എക്സ് + വൈ ദി ഹോൾ സ്ക്വയർ എക്സ് + വൈ = 2.5. ഇനി അടുത്ത എന്താ പറഞ്ഞിട്ടുണ്ട്? ഇതിൻ്റെ ഏരിയാസ് തമ്മിലുള്ള ഡിഫറൻസ്. ഡിഫറൻസ് ഇൻ ദി ഏരിയാസ് എൻക്ലോസ്ഡ് മസ്റ്റ് ബി 1 and 1/4. അതായത് x² - y² = ഇതിൻ്റെ ഏരിയ x², ഇതിൻ്റെ ഏരിയ y² = 1 and 1/4. ഓക്കെ ആണോ? ഓക്കെ, അപ്പം ഈ x² - y² നമുക്ക് വേണമെങ്കിൽ x + y × x - y എന്ന് എഴുതിക്കൂടെ? x + y × x - y എന്ന് എഴുതിക്കൂടെ? അത് 1 and 1/4. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ അകത്ത് x + y യുടെ വില നമുക്ക് അറിഞ്ഞൂടെ? 2 and 1/2 എന്ന്. അപ്പോൾ therefore 2 and 1/2 × x - y = 1 and 1/4. ഓക്കെ, ഇനി നമുക്കിതിനെ ഈ മിക്സർ ഫ്രാക്ഷൻ കിടക്കുന്നതിനെ ഇംപ്രോപ്പർ ആക്കാം. ഇംപ്രോപ്പർ ആക്കുമ്പോഴത്തേ എന്ത് വരും? ഇത് 5/2 എന്ന് വരും. 5/2 × x - y = ഇതെന്ത് വരും? 5/4. 1 × 4 4 4 + 1 5 5/4. അപ്പോൾ ഈ 5/2 അങ്ങ് അപ്പുറം കൊണ്ടുപോകുക. അപ്പോൾ എന്ത് വരും? therefore x - y = 5/4. ഈ 2 മുകളിൽ പോവും, 5 താഴെ വരും. ഓക്കെ ആണ്. 5ഉം 5ഉം വെട്ടിപ്പോവും, ഈ 2ഉം കൂടെ വിടുമ്പോഴത്തേക്ക് 2. x - y = 1/2 എന്ന് വരും. ഓക്കെ, അപ്പം ഇവിടെ എന്തോന്നു? x + y = 2 and 1/2. x - y =
വെറും 1/2. ഓക്കെ, കുറയ്ക്കുക അല്ലെങ്കിൽ കൂട്ടുക എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എന്ത് വരും? കൂട്ടിക്കഴിഞ്ഞാൽ 2x കിട്ടും. 2x ഈസ് ഈക്വൽ ടു വൈയും കട്ട് ചെയ്തു 2.5 അരയും കൂടെ ചേർന്നാൽ 3. ഓക്കെ, ദെയർഫോർ എക്സ് ഈസ് ഈക്വൽ എന്ത് വരും? 3/2 എന്ന് വരും, അതായത് 1.5. ഓക്കെ, എക്സ് എത്ര കിട്ടും? 1.5. ഓക്കെ, അപ്പം y എത്രയായിരിക്കും? y ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 2.5 അപ്പം y ഈസ് ഈക്വൽ ടു എന്ത് വരും? 1.5 പ്ലസ് ഇങ്ങനെ എഴുതാം, 1.5 പ്ലസ് y ഈസ് ഈക്വൽ ടു 2.5. ദെയർഫോർ y ഈസ് ഈക്വൽ ടു 2.5 മൈനസ് 1.5 എത്ര വരും? 2.5 1.5 കുറച്ചാൽ 1. ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൗ ഇറ്റ് ബി കട്ട്. അപ്പം ആ റോപ്പിൻ്റെ ലെങ്തുകളാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഫസ്റ്റ് പോർഷൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ഫസ്റ്റ് പോർഷൻ ഈസ് ഈക്വൽ ടു 4x 4 ഇൻറ്റു 1.5. 1.5 എന്ന് പറഞ്ഞാൽ 1.5 4 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 1 3 3 ഇരട്ടി 6, അത്ര വരും 6 കിട്ടും. മറ്റേതാ 4 ഇൻറ്റു 1, അതെത്ര വരും? 4 കിട്ടും. അപ്പോൾ എത്രയായിട്ടാണ് മുറിക്കുന്നത്? 4x എന്ന് പറയുന്നത് 6, മറ്റത് എത്ര? 4. 6ഉം 4ഉമായിട്ടാണ് മുറിക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു റിലേഷൻ വരുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. ഓക്കെ, അടുത്ത ഇക്വേഷൻ നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 1 meter more than its breadth. If the area is 3 and 3/4 square meter, what are the length and breadth? അതായത് ദി ലെങ്ത് ഓഫ് എ റെക്ടാംഗിൾ ഈസ് 1 meter more than its breadth. അപ്പം ബ്രെഡ്ത്ത് എന്ന് പറയുന്നതിൻ്റെ ഇപ്പം ലെങ്ത് എത്രയെന്ന് എടുക്കുക? ലെങ്ത് ഈസ് ഈക്വൽ ടു എക്സ്, ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു വൈ. അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ബ്രെഡ്ത്തിനേക്കാൾ 1 കൂടുതലാണ്. ലെങ്ത് എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു വൈ പ്ലസ് 1. ലെങ്ത് ഈസ് ഈക്വൽ ടു വൈ പ്ലസ് 1. ലെങ്ത് എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് ബ്രെഡ്ത്തിനേക്കാൾ 1 കൂടുതലാണ്. അപ്പോൾ നമുക്കറിയാം എക്സിനെ വൈയുടെ ഒരു സൈഡിൽ കൊണ്ടുവരണ്ടേ. അപ്പോൾ ഇങ്ങനെ എഴുതാം, എക്സ് ദെയർഫോർ എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 1. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 1. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ്സ് ഏരിയ ഈസ് 3 and 3/4 സ്ക്വയർ മീറ്റർ. ഏരിയ എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു വൈ, അതായത് എക്സ് വൈ ഈസ് ഈക്വൽ ടു 3 and 3/4. ഓക്കെ, നമുക്കറിയാം ഇപ്പം നമുക്ക് എന്ത് കിട്ടി? എക്സ് മൈനസ് വൈ കിട്ടി. എക്സ് മൈനസ് വൈ ഉണ്ട്, എക്സ് വൈ ഉണ്ട്. അപ്പോൾ എക്സ് മൈനസ് വൈ എക്സ് വൈയും കൂടെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒന്നും പറ്റൂല. അപ്പം നമുക്ക് എന്ത് വേണം? എക്സ് മൈനസ് വൈ ഉണ്ടെങ്കിൽ എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് പ്ലസ് വൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? എന്ത് വരും? എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ പ്ലസ് 4xy ആണല്ലോ. അപ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ ഈസിക്കൽ എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയറിൻ്റെ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എക്സ് വൈ എന്ന് പറഞ്ഞാൽ 3 and 3/4. ഓക്കെ, അപ്പോൾ എന്ത് വരും? 1 സ്ക്വയർ എത്ര? 1. 4 ഇൻറ്റു ഇതെന്ത് ചെയ്യും? 3 ഇൻറ്റു ഇത് ഇംപ്രോപ്പർ ആക്കുമ്പോഴത്തേക്ക് 4 ഇൻറ്റു 3 12, 12 3 15, 15/4. ഈ 4 കൂടെ കട്ട് ചെയ്ത് പോകത്തില്ലേ? അപ്പോൾ എന്ത് വരും? 1 + 15 എത്ര വരും? 16. മനസ്സിലായോ? എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ ആണ് 16. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്തായിരിക്കും? 16ൻ്റെ റൂട്ട് എടുക്കുക 4. അപ്പോൾ ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. സംഭവം എളുപ്പമല്ലേ? ഇത്രയല്ലേ ഉള്ളൂ. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്താൽ പോരെ. അപ്പം ഇങ്ങനെ എടുത്തെഴുതുക, എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 1, എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 4. കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം. കൂട്ടിയാൽ 2x ഈസ് ഈക്വൽ ടു 5. ദെയർഫോർ എക്സ് ഈസ് ഈക്വൽ ടു 5/2. 5/2ന് ഒന്നുകിൽ ഇങ്ങനെ ഇട്ടേക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇംപ്രോപ്പർ മിക്സറാക്കി എഴുതാം. മിക്സറാക്കി കഴിഞ്ഞാൽ 2 and 1/2. ഓക്കെ, ഇനി എന്ത് ചെയ്യും? എക്സ് മൈനസ്, അതായത് 5/2 മൈനസ് വൈ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, 5/2 മൈനസ് വൈ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ മൈനസ് വൈ ഈസ് ഈക്വൽ ടു 1 മൈനസ് 5/2. അപ്പോൾ എന്ത് വരും?
ക്രോസ് ചെയ്യാൻ അറിയാമല്ലോ. 2 × 1 2 - 5, അതായത് -3/2 എന്ന് വരും. അതായത് രണ്ടിടത്ത് മൈനസ് ഉള്ളതുകൊണ്ട് അത് രണ്ട് മൈനസും കട്ട് ചെയ്ത് പോവും, ബാക്കി 3/2. ഓക്കെ, അപ്പം അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്ര കിട്ടും? എക്സ് എന്ന് പറയുന്നത് 2.5-ഉം വൈ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 3/2. 3/2 നമുക്ക് മിക്സർ ആയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1.5. ഓക്കെ, അപ്പം ലെങ്ത് 2.5-ഉം ബ്രെഡ്ത്ത് 1.5-ഉം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദി ഹൈപ്പോട്ന്യൂസ് ഓഫ് എ റൈറ്റ് ട്രയാംഗിൾ ഈസ് 6 and 1/2 centimeter and its area is 7.5 square centimeter. Calculate its length of its perpendicular sides. ഒരു എന്താണ്? ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നിങ്ങൾക്ക് അറിയാം. അപ്പം അതിന് ബേസ് ഉണ്ട്, ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്, ഹൈപ്പോട്ന്യൂസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് 6.5. ഇത് 6.5. ഓക്കെ, ഏരിയ എന്ന് പറയുന്നത് 7.5. അപ്പം ഏരിയ 7.5 എന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നു, ഇതിനെ വൈ എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ ബേസിനെ നമ്മൾ എക്സും ആൾട്ടിറ്റ്യൂഡ് വൈ എന്നും വിളിക്കുന്നു. അതാണ് പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുന്നത്. ഈ എക്സും വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കാനും പറഞ്ഞിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. അപ്പോൾ സിമ്പിളാണ് സംഭവം, വേറെ ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ അത് ആദ്യം പറഞ്ഞിരിക്കുന്ന ഹൈപ്പോട്ന്യൂസ് 6.5 അല്ലേ? അപ്പം ഹൈപ്പോട്ന്യൂസിനായിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ത് വരും? നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് വരും? 6.5 സ്ക്വയർ. അതായത് എന്ത് വരും? അതായത് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ എന്ന് വരും. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇത് അവിടെ കിടക്കട്ടെ. ഓക്കെ, ഇനി എന്ത് ചെയ്യും? അടുത്ത എന്താണ് പറഞ്ഞേക്കുന്നത്? ഏരിയ എന്ന് പറയുന്നത് 7.5. ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് അല്ലേ? ഹാഫ് ഇൻറ്റു ബി എച്ച്. ബി എച്ച് എന്ന് പറഞ്ഞാൽ ബി എക്സും എച്ച് വൈയും ആണ്. ഹാഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 7.5. 7.5 എന്ന് പറയുമ്പോൾ 7.5. അപ്പം therefore എക്സ് വൈ ഈസ് ഈക്വൽ ടു എന്ത് കേട്ടോടെ? എക്സ് വൈ ഈസ് ഈക്വൽ ടു 7.5 ഇൻറ്റു 2. 7.5 വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 14 15 ഇൻറ്റു 2 എന്ന് വരും. അപ്പം ഇതും വെട്ടിപ്പോവും. അപ്പോൾ എക്സ് വൈ ഈസ് ഈക്വൽ ടു 15 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് എക്സ് പ്ലസ് വൈയും ഇല്ല, എക്സ് മൈനസ് വൈയും ഇല്ല. ഇത് രണ്ട് സംഭവങ്ങളും ഇല്ല. ഈ രണ്ട് സംഭവങ്ങളും കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ നമുക്ക് ഇക്വേഷൻ അറിയാം. എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണെന്നറിയാം? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ. ഇതാണല്ലോ സംഭവം. ഓക്കെ, ഇതിൻ്റെ അകത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇതിനെ ചേർത്തെടുത്തു കഴിഞ്ഞാൽ അതല്ലേ ഈ കിടക്കുന്ന എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഈ 6.5 സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, പ്ലസ് ഇനി വേണ്ട എന്തോ 2xy. ആ 2xy ഇല്ലെങ്കിലും എക്സ് വൈ ഇല്ലേ? എക്സ് വൈ എന്ന് പറയുന്നത് 15 അല്ലേ? അപ്പം 2 × 15. അപ്പം എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ ഈസിക്കൽ നമുക്ക് ഇങ്ങനെ കിട്ടും. 6.5 സ്ക്വയർ പ്ലസ് 2 × 15. അതിനെ വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ എന്ത് വരും? ഈ 6.5 എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് 6 × 2 12, 12 1 13/2. ഓക്കെ ആണല്ലോ? അതിൻ്റെ സ്ക്വയർ പ്ലസ് 30. അപ്പോൾ എത്ര കിട്ടും? 13ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 169/4 പ്ലസ് 30. അപ്പോൾ അതിനെ വൃത്തിയാക്കി എടുക്കുമ്പോഴത്തേക്ക് /1 ഇട്ട് കൊടുക്കുക. 4 169 120. അപ്പോൾ ബാക്കി ഇങ്ങോട്ട് ഇടാം. 169 120 289 289/4. ഓക്കെ, 289/4 അതാണ് എന്ത്? എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ ആണ്. അപ്പം എക്സ് പ്ലസ് വൈ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? therefore എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ഇതിൻ്റെ രണ്ടിൻ്റെ റൂട്ട് എടുക്കുക. 289ൻ്റെ റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര വരും? 17 വരും. ഓക്കെ,
ബൈ ഇതിൻ്റെ റൂട്ട് എത്ര വരും? 4ൻ്റെ റൂട്ട് എത്ര വരും? 2 വരും. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു 17/2. ഓക്കെ ആണല്ലോ. ഇനി എക്സ് പ്ലസ് വൈ അറിയാമെങ്കിൽ എക്സ് മൈനസ് വൈ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ എന്താണ്? എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ ഈസിക്കൽ ടു നമ്മൾ പറഞ്ഞു എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ മൈനസ് 4xy. ഓക്കെ, അപ്പം എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാൻ എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ മൈനസ് 4xy. അപ്പം എന്ത് വരും? എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? 17/2 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എക്സ് വൈ എത്ര? എക്സ് വൈ എന്ന് പറയുന്നത് 15. അപ്പം 17/2 സ്ക്വയർ അത് അവിടെ തന്നെ കിടപ്പുണ്ട് 289/4. ഓക്കെ, മൈനസ് 15 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 60. ഓക്കെ, നമ്മൾ നേരത്തെ പോലെ ചെയ്യുക 60/1. അപ്പോൾ എന്ത് വരും? താഴെ 1 ഇൻറ്റു 4 1 ഇൻറ്റു 289 മൈനസ് 6 4 24 240 എന്ന് വരും. 240 എന്ന് പറയുമ്പോഴത്തേക്ക് 289 മൈനസ് 240 49/4. അപ്പോൾ ഇവിടെയും നമുക്ക് കിടക്കുന്ന എക്സ് മൈനസ് വൈ ദി ഹോൾ സ്ക്വയർ ഈസിക്കൽ ടു എന്നാണ് കിടക്കുന്നത്. അപ്പോൾ എക്സ് മൈനസ് വൈ ഈസിക്കൽ ടു എന്ത് വരും? എക്സ് മൈനസ് വൈ ഈസിക്കൽ ടു ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റൂട്ട് എടുക്കുക. 49ൻ്റെ റൂട്ട് 7/4ൻ്റെ റൂട്ട് 2. മനസ്സിലായോ? therefore എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന 17/2 എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 7/2 കിട്ടും. ഓക്കെ, ഇതിനെ രണ്ടിനും കൂടെ സോൾവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ആൻസർ ആവും. ഓക്കെ, സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് മായ്ക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാം എക്സ് പ്ലസ് വൈ ഈസിക്കൽ ടു 17/2 എക്സ് മൈനസ് വൈ ഈസിക്കൽ ടു 7/2. നമ്മൾ ആഡ് ചെയ്യാം. വേണമെങ്കിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? എക്സും കൂടെ കൂട്ടുമ്പോൾ 2x. ഇനി 17/2 പ്ലസ് 7/2 വേണമെങ്കിൽ എഴുതി കൂട്ടി വെക്കുക. 17/2 പ്ലസ് 7/2. 2 കോമൺ രണ്ടിടത്തും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 2 അതുപോലെ എഴുതുക. 2 17 പ്ലസ് 7 എന്ന് പറയുമ്പോൾ എത്ര വരും? 24 വരും. 24/2 എന്ന് കിട്ടും. അത് എത്രയാണ് വരുന്നത്? 24/2 ഈസിക്കൽ 12. ആ 12 അങ്ങ് എഴുതി കൊടുത്താൽ മതി. 12. therefore എക്സ് ഈസിക്കൽ എന്ത് വരും? 12/2. എത്ര കിട്ടും? 6. എക്സിൻ്റെ വില 6 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്യും? ആ എക്സിൻ്റെ വില എടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കുക. അതായത് 6 പ്ലസ് വൈ ഈസിക്കൽ ടു 17/2. ഓക്കെ, therefore y ഈസിക്കൽ ടു 17/2 മൈനസ് 6. അപ്പോൾ എന്ത് വരും? 17/2 2നെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 ഇൻറ്റു 1 2 1 ഇൻറ്റു 17 17 മൈനസ് 2 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 12. അപ്പോൾ എന്ത് വരും? 17 മൈനസ് 12 എന്ന് പറയുമ്പോൾ 5/2 എന്ന് കിട്ടും. അപ്പം എക്സ് എന്ന് പറയുന്നത് 6 കിട്ടി, വൈ എന്ന് പറയുന്നത് എന്ത് കിട്ടി? 5/2 കിട്ടി. അതാണ് ഇതിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയുന്നത്. ബേസ് എക്സ് 6, വൈ പെർപെൻഡിക്കുലർ സൈഡ് ഹൈറ്റ് 5/2. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഇതിൻ്റെ അകത്ത് ഏകദേശം നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ വർക്കൊക്കെ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്റർ എടുക്കാം. ഓക്കെ, ബൈ.